ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ അത് കുഴപ്പമില്ല. എടാ നീ ഇത്രയൊക്കെ ഉള്ളടാ, നീ ഒരാൾ ചായ കുടിക്കാൻ പാടുന്ന ചായ കൂടി നിർത്തൂലേ, നിനക്ക് ബീഫ് തിന്നാലേ എന്നും പറഞ്ഞ് കുറേ മോശമായ വാക്കുകൾ. ഈ ശ്രീകണ്ഠൻ നായരുടെ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെ പേരൊന്നും എനിക്കറിയില്ല, ചായ പിടിച്ച കാലത്ത് തന്നെ വാർത്ത പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജുകൾ വായിക്കും, പല പല ഗ്രീറ്റിങ്സും കാര്യങ്ങളും നടക്കും. ഈ നോമ്പിൻ്റെ സമയത്തായതുകൊണ്ട് ഏതൊരാൾ നോമ്പ് കാലത്ത് ചായ കുടിക്കണമെന്ന് ചോദിച്ചു. അദ്ദേഹം റെസ്പെക്ട് ചെയ്തതാണോ, ഇനി വയറിലാനുള്ള ശ്രമമാണോ, ഇനി വെറൈറ്റി കൂട്ടാണോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ചായ ഇനി നോമ്പ് കുടിക്കുന്നില്ല എന്നൊരു വർത്താനം പറഞ്ഞു പോയി. അതിനുശേഷം അൽ കേരള ശ്രീകണ്ഠൻ നായർ പിന്നെ വളരെ മോശമായ കുറേ വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിലാണ് അത് എടുത്ത് പൊക്കിയെടുത്തത്. ഏതായാലും ശ്രീകണ്ഠൻ നായർ തൽക്കാലം എയറിലാണ്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ചായ കപ്പ് കണ്ടാൽ, ചായ കുടിക്കുന്നുണ്ടാൽ, അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നുണ്ടാൽ നോമ്പ് മുറിഞ്ഞവനാണോ ഒരു മുസ്ലിമിൻ്റെ നോമ്പ്? അല്ല. ഇപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ പല പല എല്ലാ വിശ്വാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹിന്ദു സഹോദരന്മാർ ശബരിമല പോണ പ്രത്യേക വ്രതമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരന്മാർ തന്നെ 50 നോമ്പ് 40 നോമ്പ് അങ്ങനെ പരിപാടികൾ അവർക്കുണ്ട്. എല്ലാവരും നോമ്പ് പിടിക്കുന്നവർ അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ്. അത് ഭക്ഷണം മാത്രമല്ല, പല കാര്യങ്ങളും ശരീരത്തെ അവരൊരു പാകപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരു ഇറച്ചി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കപ്പിൽ ചായ കാണിച്ചുകൊണ്ടോ വെള്ളം സർബത്ത് കാണിച്ചുകൊണ്ടോ ഒന്നും ഇതിൻ്റെ ഒന്നും നോമ്പൊന്നും പോകില്ല. അങ്ങനെയാണെങ്കിൽ അത് നോമ്പേ അല്ല. അതുകൊണ്ട് ഇതൊന്നൊരു വിഷയമല്ല. ഒരു ചായ കപ്പിൽ ഒരു ചായ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം തന്നെയാണോ, ഇതിനു മുമ്പ് നേരത്തെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഇതൊക്കെ അങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇതുപോലത്തെ നാനാ മതസ്ഥർ താമസിക്കുന്ന പല പല ആചാരങ്ങളുള്ള ഒരു വലിയൊരു രാജ്യം തന്നെയാണ് ഇന്ത്യ അല്ലേ. പല പല ജാതിക്കാർ, അവരുടെ പല പല ആചാരങ്ങളുണ്ട്. അതൊക്കെ പരസ്പരം നമ്മൾ സ്നേഹിച്ചും അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിച്ചും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. നമ്മുടെ അടുത്ത അമ്പലങ്ങളൊക്കെ ഉണ്ട്. അമ്പലങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ ഈ അമ്പലത്തിലെ പരിപാടികളൊക്കെ ആയിട്ട് മേളങ്ങളും ആനകളൊക്കെ വരുമ്പോൾ നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരവിടെ പതുക്കെ നിശബ്ദമായിട്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. വേണ്ട, ഈ ഒരു 2 വർഷം മുമ്പ് ഒരു ഗവൺമെൻറ് ഓഫീസിൽ പെടുന്ന സമയത്ത് എനിക്ക് നോമ്പുകാരാണ്. അപ്പോൾ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ചായ വരുന്ന സമയത്ത് ചായക്കാരൻ വരുന്ന സമയത്ത് എവിടെ നിങ്ങൾക്ക് നോമ്പില്ലെന്ന് ചോദിച്ചാൽ എടുത്ത് നമുക്ക് നോമ്പുണ്ട് സാറേ എന്ന് പറഞ്ഞു. ചോദിപ്പോൾ വേണ്ട കുറച്ചായിട്ട് സാർ എന്താണെന്ന് വെച്ചു, എനിക്ക് നോമ്പല്ല, അത് ശരിയല്ല സാറേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അതാണ് ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ പോയതിന് ശേഷമായിരിക്കാം അദ്ദേഹം ചായ കുടിച്ചത്. അത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കുടിച്ചത്? അത് ബഹുമാനമാണ് എന്ന് പറഞ്ഞാൽ ആ മതങ്ങളെ ബഹുമാനിക്കുക, അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുക. നമുക്കത് ചായ കുടിച്ചു നമ്മുടെ നോമ്പൊന്നും മുറിഞ്ഞു പോകില്ല. നമ്മുടെ നോമ്പെന്ന് പറഞ്ഞാൽ എത്ര അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട്. നമ്മളിപ്പോഴും പല ഹോട്ടലുകളിലും മുസ്ലിങ്ങളായ പല ആൾക്കാരും ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടുകൾ കാലത്ത് മുതൽ സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും നോമ്പ് മുറിയുന്നില്ല. അവർ രുചികരമായ പല സാധനങ്ങൾ അവർ വൈകുന്നേരം ഉള്ളിൽ തന്നെ കാലത്ത് തന്നെ തുടങ്ങിയ വൈകുന്നേരത്തിലുള്ളതാണ് ചിലപ്പോൾ തീരുന്നത്. അവർക്ക് നോമ്പ് മുറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭക്ഷണം കാണിച്ചുകൊണ്ടൊന്നും മുസ്ലിങ്ങളുടെ നോമ്പ് മുറിയുമെന്ന് എനിക്ക് തോന്നല്ല. ഇത് ജസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഇതിനൊന്നും വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറയാൻ പറഞ്ഞുള്ളൂ, ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ചതിൻ്റെ എല്ലാ ആചാരങ്ങളും പോണത്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ പറയുന്നത് പോയി പണിയൊക്കെ